എന്റെ മുന്നിൽ വെച്ച് തന്നെ എന്റെ ഭർത്താവിനെ നീ ബലം കണിയിച്ച് കൊണ്ടുപോയിച്ചു അല്ലേടി? നിന്നെ ഇന്ന് ഞാൻ നിധിയുടെ ദേഹത്ത് തൊട്ടാ ആ കൈ ഞാൻ വിട്ടും. മേണം കിടന്ന് തിളച്ചു മറിയുന്നത് കണ്ടാ തോന്നുമല്ലോ, ഒന്നും അറിയാത്ത, ഒരു തെറ്റും ചെയ്യാത്ത പഞ്ചപാവമായ ഒരു നിരപരാധിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയെന്ന്. പ്രണവേ, നടന്നതെല്ലാം നീ കണ്ടല്ലോ. ഇപ്പൊ സത്യം ബോധ്യമായില്ല നിനക്ക്. നിനക്കെതിരെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്യുകയില്ല. ഇപ്പൊ പോലീസ് കൂട്ടിക്കൊണ്ടു പോയ നിന്റെ അങ്കിളും നിനക്ക് സ്നേഹം വാരിക്കോരി നൽകിയ ഈ ആന്റിയും ചേർന്നാണ് നിന്നെ പിടിച്ചുകൊണ്ട് പോയതും ഗുണ്ടകളെ വെച്ച് ഉപദ്രവിച്ചതും. നമ്മുടെ കുടുംബം തകർക്കണമായിരുന്നു ഇവർക്ക്. അതിലൂടെ നമ്മുടെ ബിസിനസ് എല്ലാം തകർത്ത് തരിപ്പണമാക്കണമായിരുന്നു. അതിനു വേണ്ടിയാണ് ഭാര്യയും ഭർത്താവും കൂടി ചേർന്ന് ഈ കളികൾ മുഴുവൻ കളിച്ചത്. CKC നിന്നെയും ശിവാനിയും ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് സ്നേഹമൂത്ത് അഭയം തരാനൊന്നും ആയിരുന്നില്ല. നിന്നെ കരുവാക്കിക്കൊണ്ട് അയാൾ യുദ്ധം ചെയ്തത് നമുക്കെതിരെ തന്നെയായിരുന്നു. ആദ്യം ഗൗതം, അത് കഴിഞ്ഞാൽ നിന്നെ തന്നെ അയാൾ ഇല്ലാതാക്കിയേനെ. എല്ലാം മനസ്സിലായ സ്ഥിതിക്ക് ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കരുത്. വാ, ഇറങ്ങും. ഈ സ്ത്രീയുടെ സാമീപ്യം പോലും നിന്റെ ജീവിതം നശിപ്പിക്കും. ഇനി ഒന്നും ആലോചിക്കാനില്ല. വാടാ, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം. എങ്ങോട്ട് വരാനാ വിളിക്കുന്നേ? നമ്മുടെ വീടൊന്നും ഈശ്വരമംഗലം എങ്ങനെ നമ്മുടെ വീടാവുന്നേ? അത് എന്റെ വീടാ. എനിക്ക് അവകാശപ്പെട്ട എന്റെ വീട്ടിൽ നിന്നും എന്നെ ആട്ടി പുറത്താക്കി വിട്ടിട്ട് അവിടെ സുഖിച്ച് വാഴുന്നവരാണ് നിങ്ങൾ ഭാര്യയും ഭർത്താവും എന്നുള്ള ബോധമൊക്കെ എനിക്കുണ്ട്. താനും തന്റെ ഭാര്യയും ഈ നിൽക്കുന്ന ജ്യോതിർമയും ഇവരുടെ ഭർത്താവും എല്ലാം ഒരേ മുഖത്തിൽ തന്നെ കെട്ടാവുന്ന ആൾക്കാരാണെന്ന് എനിക്ക് മനസ്സിലായി. ഇവരുടെ തനിരൂപം എന്താണെന്ന് പുറത്തു കൊണ്ടുവന്നെന്ന് കരുതി നിങ്ങൾ രണ്ടുപേരും നല്ലവരൊന്നും ആവത്തില്ല. ഒരു കൊലപാതകി മറ്റൊരാൾ ചെയ്ത കൊലപാതകം ചൂണ്ടിക്കാണിച്ചെന്ന് കരുതി ആദ്യത്തെ കൊലപാതകം കുറ്റമില്ലാതായി മാറുമോ? രണ്ടു കൂട്ടരും ചെയ്തത് ഒരേ ദ്രോഹം തന്നെയാ. രണ്ടു പേർക്കും വേണ്ടത് എനിക്ക് അവകാശപ്പെട്ട സ്വത്തുക്കൾ തന്നെയാണെന്ന് എനിക്ക് ബോധ്യമായി. ഇപ്പോഴും നീ അത് തന്നെ ആവർത്തിക്കുകയാണോ പ്രണവൻ? പഠിച്ചത് മാത്രം ആവർത്തിച്ച് പാടുന്ന വിഡ്ഢിയായിട്ട് മാറലടാ നീ. ഇനിയെങ്കിലും നീ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നോക്ക്. എന്നിട്ട് ഇറങ്ങി വാ എന്റെ കൂടെ. എന്റെ രക്ഷകന്റെ രക്ഷകയുടെ വേഷം കെട്ടി എന്നെ ഈശ്വരമംഗലത്തേക്ക് തിരികെ വിളിക്കുന്ന എന്തിനാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. വീട്ടിൽ ഈശ്വരമംഗലത്തിൽ കൊണ്ടുചെന്ന് സ്നേഹം വാരി കോരി ചൊരിഞ്ഞു തരും. എന്നിട്ട് ഒരു അടിമയെ പോലെ അവിടെ ഇട്ട് 3 നേരം തീറ്റ തരും. അവകാശപ്പെട്ട സ്വത്തിന്റെയോ ബിസിനസിന്റെയോ കണക്ക് പറഞ്ഞു കഴിഞ്ഞാ അപ്പൊ മുട്ടാത്തർക്കവും എടുക്കാനായോ പറഞ്ഞ് എന്നെ അങ്ങ് ഒതുക്കും. നിങ്ങളുടെ അടവ് ഇനി എന്റെ മുന്നിൽ വില പോകുന്ന കരുതണ്ട. എവിടെയോ ആർക്കോ ജനിച്ചിട്ട് എനിക്ക് അവകാശപ്പെട്ട സർവ്വതും കൈയടക്കി വെച്ച് സുഖലോലുപനായി ജീവിക്കാൻ നാണം തോന്നില്ല നിങ്ങൾക്ക്? അടുത്തടി നിനക്കായിരിക്കും. അതെന്റെ കൈ കൊണ്ടായിരിക്കില്ല. നീതി തല്ലും നിന്നെ. മാറിക്കണേ. അനിയനല്ലേ, ഒരു വീട്ടിൽ വളർന്നതല്ലേ, കൊണ്ടു നടന്ന് വളർത്തിയതല്ലെന്ന് കരുതി അങ്ങ് തലേ കയറാന്ന് വിചാരിച്ചോടാ നീ. നീ എന്താ കരുതിയിരിക്കുന്നത്? ഞാനും ഇവിടെ ഒക്കെ ആരെങ്കിലും ചയച്ചിട്ടാലും ശരി കുറച്ച് പണം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്നവരാണെന്നോ? അതിനുവേണ്ടി നിനക്ക് എന്തും വിളിച്ചു പറയാന്നോ? അടിച്ച് പല്ല് കാണുന്നില്ല ഞാൻ. സമാധാനപരമായിട്ട് സംസാരിക്കും. ഇനി സമാധാനമൊന്നുമില്ല. ഇവ സംസാരിക്കുന്ന കേട്ടില്ലേ? വെടാപ്പാട് വെട്ട് കാര്യങ്ങളൊക്കെ ഇവിടം വരെ എത്തിച്ചിട്ടും തല തിരിഞ്ഞ് മാത്രമേ ചിന്തിക്കുന്നു വെച്ചാ എന്ത് ചെയ്യും പിന്നെ? എടാ, ഇനി എന്നോട് യായിക്കൊന്നുമില്ല. വരേക്കറി വേണം അങ്ങോട്ട്. ഞാനൊരു സത്യം പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ തല്ലിയല്ലേ? ഞാൻ ആ വീട്ടിലേക്ക് മടങ്ങി വരുമെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. എടാ മോനെ, ഇപ്പോഴത്തെ ദേഷ്യത്തിന് ഓരോന്ന് വിളിച്ച് പറയില്ലേ നീ? നീ വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഞാൻ വരില്ല എന്ന് പറഞ്ഞത്
എല്ലാ കാലത്തേക്കുള്ള അവസാന തീരുമാനമൊന്നും അല്ല. ഞാൻ വരും, ഈശ്വരമംഗലത്തേക്ക് തന്നെ മടങ്ങി വരും. അത് നിങ്ങൾ രണ്ടുപേരും കൈയടക്കി വെച്ചിരിക്കുന്ന എന്റെ മുഴുവൻ സ്വത്തുക്കളും എന്റെ അവകാശത്തിലേക്ക് എത്തിച്ചിട്ടാണെന്ന് മാത്രം. നിങ്ങളെ രണ്ടുപേരെ ഈശ്വരമംഗലത്ത് നിന്ന് പുറത്താക്കിയിട്ടായിരിക്കും മാത്രം. അതൊക്കെ നീ എന്താന്ന് വെച്ചാ ചെയ്തു. പക്ഷെ ഇപ്പൊ ഞാൻ പോകുന്നെങ്കിൽ നിന്നെ കൊണ്ടേ പോകും. നിങ്ങൾ എന്തിനാണ് പിടിച്ചു വലിക്കുന്നേ? ഞാൻ വരത്തില്ലാന്ന് പറഞ്ഞില്ലേ? വീട് ഗൗതം, എന്തിനാ അവനെ ഇങ്ങനെ പിടിച്ചു വലിക്കുന്നത്? നമ്മൾ പറയുന്നതൊന്നും ഇവന്റെ തലയിൽ കേറില്ല. പിടിച്ചു വലിച്ച് ഇവനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാ? കൊണ്ടുപോയി പൂട്ടിയിടുവോ? നമ്മുടെ ഭാഗത്തെ ന്യായം എന്താണെന്ന് ഇവൻ സ്വയം മനസ്സിലാക്കട്ടെ. എന്നിട്ട് ഇവനായിട്ട് തന്നെ ഈശ്വരമംഗലത്തേക്ക് വരട്ടെ. അല്ലാതെ ഇവനെ കൊണ്ടുപോയിട്ടൊന്നും കാര്യവുമില്ല. വാ, നമുക്ക് പോവാം. എത്ര കിട്ടിയാലും പഠിക്കരുതടാ. അവസാനം ജീവിതത്തിൽ ഒരിക്കലും തല ഉയർത്താനാവാത്ത വിധം ഇവര് നിന്നെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തും. അന്ന് നിനക്ക് ബോധ്യവും ഞങ്ങളായിരുന്നു ശരിയെന്ന്. പക്ഷേ പിന്നൊരു കരകയറ്റം ഉണ്ടാവില്ല, ജീവിതം ഉണ്ടാവില്ല. ആൾ ജന്മമായി പോകും നീ.